എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ആചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. ഓം ശാന്തി ശാന്തി ശാന്തി. യംപ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതലെ അതിപരവ പ്രേതിതന്നയതയാതരവോഭിനേ ദുഷ്ടം ബഹുഹൃദയം. ഒന്നാദരണ്യരായ എല്ലാ ഭക്തരാജ്യവും സുനീതമായ ഗുണം. നമ്മൾ തൃതീയ സ്കന്ധത്തിലെ 31-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 30-ാമത്തെ അധ്യായം പൂർണ്ണമാക്കി. ഇന്ന് തൃതീയ സ്കന്ധം അധ്യായം 31 ഒന്നാമത്തെ ശ്ലോകം എടുക്കും. ശ്രീ ഭഗവാനുവാചാം കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തേ പ്രിയാ പ്രവിഷ്ടൗദരം പുത്രേതകണാശ്രയാം. കപില ഭഗവാൻ പറയുന്നു, കർമ്മം കൊണ്ട് ദൈവനേത്രേണ, നേത്രം എന്ന വാക്കിന് കണ്ണ് എന്നല്ല, നയിക്കുന്നവനാണ്. നേത്രേണ നയിക്കുന്നവനാൽ. ദൈവനേത്രേണ കർമ്മണ, ദൈവത്താൽ നയിക്കപ്പെടുന്ന കർമ്മത്താൽ. ദൈവനേത്രേണ കർമ്മണ, ദൈവത്താൽ നയിക്കപ്പെടുന്ന കർമ്മത്താൽ. കർമ്മണ ദൈവനേത്രേണ. നമ്മൾ സാധാരണഗതി നേത്രം നേട്ടാൽ നമുക്ക് കണ്ണെന്ന അർത്ഥം കിട്ടുക, നമ്മൾ അതേ എടുക്കാറുള്ളൂ. ഒന്നാണ് ഞാൻ പറഞ്ഞ നേതൃ ശബ്ദത്തിന്റെ തൃതീയ ഏകവചനമാണ് നേത്രേണ. നയിക്കുന്നവൻ, നേതാവ്, അതിന്റെ തൃതീയ നേത്രേണ. അവിടെ കർമ്മണ തൃതീയ ആയതുകൊണ്ടാണ് നേത്രേണ തൃതീയ വരാൻ കാരണം. ദൈവനേത്രേണ കർമ്മണ, ഈശ്വരനാൽ നിയന്ത്രിക്കപ്പെടുന്ന കർമ്മം കൊണ്ട്. ജന്തുഹു, ജീവൻ, ദേഹ ഉപപത്തയെ, ദേഹത്തെ പ്രാപിക്കാൻ വേണ്ടി. ദേഹ ഉപപത്തയെ, ദേഹത്തെ പ്രാപിക്കാൻ വേണ്ടി. ദേഹോപപത്തയെ സ്ത്രീയാഹ ഉദരം പ്രവിഷ്ട, സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച്. എങ്ങനെ? പുംസോ, പുരുഷന്റെ രേതക്കണാശ്രയ, പുരുഷന്റെ രേതസിന്റെ ഏതാനും ചില കണങ്ങൾ, ബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിട്ടാണ്. രേതസ്സുകൾ എല്ലാവരും ആവശ്യമില്ല, അതിലെ ചില ബിന്ദുക്കൾ മാത്രം മതി സ്ത്രീയുടെ രേതസ്സുമായി സംയോഗം ചെയ്ത് ഒരു സൃഷ്ടി ഉണ്ടാകുവാൻ. അപ്പൊ സ്ത്രീയാഹ ഉദരം പ്രവിഷ്ട, സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്താണ്? പുംസഹ രേതക്കണാശ്രയ, പുരുഷന്റെ രേതക്കണങ്ങളെ ആശ്രയിച്ച്. കഴിഞ്ഞ അധ്യായത്തിലെ മരണവും അത് മുഖാന്തരം ഉണ്ടാകുന്ന നരകപ്രാപ്തിയും ഒക്കെ വർണ്ണിച്ചതിന് ശേഷം ഈ അധ്യായത്തിലെ ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ ഏതൊക്കെ തരത്തിലാണ് മനുഷ്യൻ ക്ലേശിക്കുന്നത്. മുമ്പ് പറഞ്ഞത് ജനിച്ചതിന് ശേഷമുള്ള പലതര ക്ലേശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ പരിണതഫലമായി അനുഭവിക്കുന്ന കർമ്മത്തിന്റെ ഫലമായ മരണവും അതുകൊണ്ട് ഉള്ള നരകപ്രാപ്തിയൊക്കെയാണ് പറഞ്ഞത്. അതിന് മുമ്പോട്ട് പോയപ്പോൾ ഒരു ജന്തുവിന്, ഒരു പ്രാണന് ഒരു ശരീരം വേണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളല്ല, ദൈവ നേത്രേണ കർമ്മേണ, ഈശ്വരനാൽ വിധിക്കപ്പെടുന്ന കർമ്മം കൊണ്ടാണ് നമുക്ക് ദേഹം ഉള്ളത്. നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല ഇന്ന സമയത്ത് ഇന്നടത്ത് ഇന്നയാളുടെ മകനായിട്ട് ജനിക്കണം, മകളായിട്ട് ജനിക്കണം എന്ന് അപേക്ഷ കൊടുത്ത് കിട്ടിയ ജന്മമല്ല ഇത്. ഇത് യാദൃച്ഛികമാണെന്ന് നമ്മൾ പറയാം. അത് ഈശ്വര നിയോഗം കൊണ്ട് വന്നുകരുന്നതാണ് ഈ യാദൃച്ഛികത. ഈശ്വര നിയോഗമായ കർമ്മം കൊണ്ട് ഒരു പ്രാണിക്ക് ദേഹം എടുക്കാൻ സമയം ആസന്നമാകുമ്പോൾ, ഒരു മനുഷ്യദേഹത്തെ സ്വീകരിക്കാൻ ആസന്നമാകുമ്പോൾ, അത്
എന്താ പുരുഷന്റെ രേതോ ബിന്ദുക്കളെ ആശ്രയിച്ചിട്ട് അത് മുഖാന്തരം സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കും. ഇവിടെയാണ് തുടക്കം എന്ന് പറഞ്ഞ കർമ്മണാ ദൈവനേത്രേണ ജന്തുർദേഹോപപത്തേ സ്ത്രീയാഹ പ്രവിഷ്ട ഉദരം രേതക്കണാശ്രയാം. ദൈവനേത്രേണ കർമ്മണ ജന്തുഃ ദേഹോപപത്തേ പുംസഃ രേതക്കണാശ്രയഃ സ്ത്രീയാഹ ഉദരം പ്രവിഷ്ടഃ. കർമ്മണാ ദൈവനേത്രേണ ജന്തുർനേ ദേഹോപപത്തേ സ്ത്രീയാഹ പ്രവിഷ്ട ഉദരം പുംസോ രേതക്കണാശ്രയാം. കലലം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന തു കർക്കന്ധൂ പേശ്യന്തം വാ തതഃ പരം. കലലം തു ഏകരാത്രേണ, അങ്ങനെ പുരുഷന്റെ രേതക്കണവും രേതസിന്റെ തുള്ളിയും ബിന്ദുവും അത് സ്ത്രീയുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ച് അവിടുത്തെ രേതസ്സുമായി കൂടിച്ചേർന്നാൽ ഏകരാത്രേണ ഒറ്റ രാത്രി കൊണ്ട് അത് കലലം എന്ന പേരുകളായിത്തീരും. കലലം തു ഏകരാത്രേണ, ഒറ്റ രാത്രി കൊണ്ട് ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അത് രേതസ്സും രക്തവുമായി കൂടിച്ചേർന്ന് ചെറുതായിട്ട് കട്ടി പിടിച്ചുണ്ടാകുന്ന ആദ്യത്തെ സാധനത്തിന് പേരാണ് കലലം എന്ന്. നമുക്ക് മലയാള ഭാഷയില് നമ്മൾ അടയുണ്ടാക്കുമ്പോൾ, ഈ പായസത്തിനൊക്കെ അടയുണ്ടാക്കുമ്പോൾ കട്ടി പിടിച്ച ഒരു ചെറിയ ഒരു സാധനം, അതാണല്ലോ നമ്മൾ ഇതിനെ ചെറുതാക്കി അടയാൻ. ഈ ഒരു അവസ്ഥയ്ക്ക് കൊടുക്കുന്ന പേരാണ് കലലം എന്ന്. ഇത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ അങ്ങനെ ഒരു കലലാവസ്ഥയെ പ്രാപിക്കും. ഒറ്റ രാത്രി കൊണ്ട് ഇത് സംഭവിക്കും. എന്നിട്ടോ പഞ്ചരാത്രേണ ബുദ്ബുദം, 5 ദിവസം 5 രാത്രി കൊണ്ട് ആ കലലം എന്ന് കണ്ട ആ സാധനം ഒരു കുമളയായിട്ട് മാറും. ബുദ്ബുദം ച കുമളം. പഞ്ചരാത്രേണ ബുദ്ബുദം, 5 രാത്രി കൊണ്ട് അതൊരു കുമള പോലെയാകും. ദശാഹേന തു കർക്കന്ധൂ, 10 ദിവസം കൊണ്ട് അത് കർക്കന്ധൂ പോലെയാകും. കർക്കന്ധൂ എന്ന് വെച്ചാൽ ഈ കുമിളക്കകം കട്ടിപിടി, ആദ്യം മുള പോലിരിക്കും, ആ കുമിളയുടെ അകം നന്നായിട്ട് കട്ടിപിടിക്കും, അതൊരു വൃത്താകാരത്തിലായിത്തീരും. അങ്ങനെ അത് വൃത്താകാരത്തിലായിത്തീരുമ്പോൾ അതിന് ഭാഗവതം പറയുന്നത് ഈ എലന്തക്കായ എന്ന കായാണ്, ഉരുണ്ടിരിക്കുന്ന, നമുക്ക് പരിചയമില്ലാത്തതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മളെ എന്തെങ്കിലും ഇപ്പൊ ചെറുതാണെങ്കിൽ ആ പോലെ എന്തെങ്കിലും ഒരു ഉരുണ്ടിരിക്കുന്ന ഒരു സാധനമായിട്ട്, അല്ലെങ്കിൽ നെല്ലിക്ക പോലെ കട്ടി പിടിച്ചിരിക്കും സാധനം. ഒരു കുമളയായിരുന്നു. ആ കുമള 10 ദിവസം കൊണ്ട് കട്ടിപിടിക്കും. ദശാഹേനതോ കർക്കന്ധൂ പേശി അണ്ടം വാ തതഃപരം. അതിനുശേഷം ഈ മാംസപിണ്ഡാകൃതിയിലുള്ളത് അണ്ടം വാ, ഒരു മുട്ടയുടെ ആകൃതിയിലായിട്ട് വാ തതഃപരം. അതിനുശേഷം ഈ പേശികൾ അണ്ഡാകൃതിയിൽ ആയിത്തീരുന്നത്, ഇതിനകത്ത് ഉണ്ടാകുന്ന പേശികൾ എല്ലാം കൂടി ഒരു അണ്ഡത്തിന്റെ ആകൃതിയിലായിത്തീരും. അത് 10 ദിവസം കൊണ്ടാണ് ഈ ആകൃതിയില് നീണ്ടുരുണ്ടിരിക്കുന്ന ഒരു കഠിനമായ ദ്രവ്യമായിട്ട് തീരുക. അതിൽ പിന്നെ ഒരു മാംസപിണ്ഡം പോലെയാകും. ഇതിനാണ് പേശി എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. ഇത് എന്താ, ആ പക്ഷികളുടെയൊക്കെ ജാതിയിലാണെങ്കിൽ അത് മുട്ടയായിട്ടോ, അതേസമയത്ത് മനുഷ്യനിലാണെങ്കിൽ അതൊരു പേശിയായിട്ട് കട്ടിപിടിച്ച് അങ്ങനെ ഒരു വൃത്താകൃതിയിൽ അല്പം നീളത്തിലിരിക്കുന്ന ഒരു അണ്ഡമായിട്ട് അത് പരിണമിക്കും. കലലം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന കർക്കന്ധൂഹീശ്യണ്ടം വാ തതഃപരം. ഏകരാത്രേണ കലലം പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന കർക്കന്ധൂ തതഃപരം പേശി അണ്ഡം വാ. കലലം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം ദശാഹേന കർക്കന്ധൂ പേശ്യണ്ടം വാ തതഃപരം. മാഫേന തുശിരോദ്വാഭ്യാം ബാഹ്വം അംഘ്ര്യാദ്യംഗ വിഗ്രഹ നഖലോ മാസ്ഥി ചർമാണി ലിംഗഛിദ്രോത്ഭവസ്ത്രിഭി.
മാസേനതു 10 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമുണ്ട്. ശിരോ ദ്വാഭ്യാം ബാഹു അംഘ്രി ആദി അംഗ വിഗ്രഹ. ഒരു മാസം കൊണ്ട് അതിൻ്റെ അറ്റത്ത് ഒരു ശിരഫ് പോലെ ചെറിയ സാധനം മുളച്ചു വരും. ആ നമ്മൾ കണ്ട ആ പേശി എന്താ കട്ടി പിടിച്ചിരിക്കുന്ന ഒരു നെല്ലിക്ക പോലെയോ അല്ലെങ്കിൽ ലന്തക്ക പോലെയോ ഒക്കെ നീളത്തിലിരിക്കുന്ന അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയ ശിരഫ് മുളച്ചു വരും. ഒരു മാസം കൊണ്ട് അതാണ് സംഭവിക്കുക. ദ്വാഭ്യാം 2 മാസം കൊണ്ട്. ദ്വാഭ്യാം ബാഹു അംഘ്രി ആദി അംഗവിഗ്രഹ. കയ്യ് കാല് തുടങ്ങിയിരിക്കുന്ന അവയവങ്ങൾ അതാത് സ്ഥലത്തു നിന്ന് കുറേശ്ശെ പൊട്ടി മുളച്ച് പുറകോട്ട് വരും. ചില അങ്കൂരം പോലെ. കൈയുടെ 2 വശത്തും ചെറിയ 2 മുളപ്പ് വരും. കാലിന്റെ ഭാഗത്തും 2 മുളപ്പ് വരും. ബാഹു അംഘ്രി ആദി അംഗവിഗ്രഹ. ബാഹുക്കൾ അംഘ്രികൾ മുതലായ അവയവങ്ങളുടെ വിഭാഗം 2 മാസം കൊണ്ടാകും. നഖലോമ അസ്ഥിചർമാണി ലിംഗ ഛിദ്രോത്ഭവ ത്രിഭി. 3 മാസം കൊണ്ട് ത്രിഭിഹി 3 മാസം കൊണ്ട് നഖലോമ അസ്ഥിചർമാണി നഖങ്ങൾ, രോമങ്ങൾ, അസ്ഥി, എല്ല്, ചർമ്മം, തോല് എന്നിവയും പതുക്കെ ഉണ്ടായി വരും. അത് 3 മാസം കൊണ്ട് ഇതൊക്കെയാണ്. ആ 3 മാസത്തിനകത്ത് തന്നെ ലിംഗങ്ങളുടെ സ്ഥാനത്ത് ഓരോ ദ്വാരവും ഉണ്ടാവും. ലിംഗദ്വാരം, ലിംഗത്തിന്റെ സ്ഥാനത്ത് ദ്വാരം മാത്രമേ കാണൂ. ഏതെന്താണെന്ന് തിരിച്ചറിയാറാവില്ല. വാസേനതു ശിരോദ്വാഭ്യാം ബാഹ്വംഘ്രാദ്യംഗ വിഗ്രഹാം നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവ ത്രിഭീം മാസേനതു ശിരഹാം ദ്വാഭ്യാം ബാഹു അംഘ്രി ആദി അംഗവിഗ്രഹ ത്രിഭിഃ നഖലോമ അസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവ മാസേനതു ശിരോദ്വാഭ്യാം ബാഹ്വംഘ്രാദ്യംഗവിഗ്രഹ നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവ ത്രിഭീം മാസേനതു ശിരോദ്വാഭ്യാം ബാഹ്വംഘ്രാദ്യംഗവിഗ്രഹ നഖലോമാസ്ഥിചർമാണി ലിംഗച്ഛിദ്രോദ്ഭവ ത്രിഭീം ചതുർധധാതവ സപ്തപഞ്ചഭിക്ഷുത്രുദ്ഭവ ഷഡ്ഭിർജരായുണാവീത കുക്ഷൗ ഭ്രാമ്യതി ദക്ഷിണേ. ചതുർഭിഃ 4 മാസം കൊണ്ട് ധാതവ സപ്തധാതുക്കൾ ഉണ്ടാകും. രക്തം, മജ്ജ, മാംസം എന്നൊക്കെ പറയുന്ന ഓരോ 7 ദ്രവ്യങ്ങൾ, 7 ധാതുക്കൾ ചതുർഭി 4 മാസം ഉണ്ടാകും. പഞ്ചഭിഹി ക്ഷുത്രിട ഉത്ഭവ. 5-ാമത്തെ മാസം മുതൽ ദാഹൂമിഷമുള്ള ക്ഷുത്രിട് ഉദ്ഭവ അത് ഉദ്ഭവി. ഷഡ്ഭിഹി 6-ാമത്തെ മാസത്തിൽ ജരായുണാവീത. 6-ാമത്തെ മാസത്തിൽ ജരായു എന്ന് പറയുന്ന ഒരു വളരെ നേർത്ത ഒരു തോല് പോലെ ചുറ്റപ്പെടുന്ന ഒരാവരണം കൊണ്ട് മൂടപ്പെടും. അതിനെ ജരായു എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അകത്താകും ഈ ശരീരം മുഴുവൻ. പിന്നെ അതിൻ്റെ പേര് ജരായു കൊണ്ട് മൂടിയിരിക്കും. അതിൻ്റെ അകത്താണ് ഈ ഗർഭശിശു ഇരിക്കുന്നത്. അത് വളരെ നേർത്തതാണ്, വളരെ ലോലമാണ്, നേർത്തതാണ്. ഒരു തോല് പോലെ ഇങ്ങനെ ചുറ്റും മൂടിയിരിക്കും. അത് 6-ാമത്തെ മാസം മുതൽ ജരായുണ വീതഹംസ ചുറ്റപ്പെടും. ജരായു കൊണ്ട് ചുറ്റപ്പെടും. കുക്ഷൗ ഭ്രാമ്യതി ദക്ഷിണേ. അമ്മയുടെ കുക്ഷൗ വയറ്റിൽ ഭ്രാമ്യതി ചലിക്കാൻ തുടങ്ങും. എങ്ങോട്ട്? ദക്ഷിണേ, വലതുഭാഗത്ത് കൂടി സഞ്ചാരമാണ്. എത്ര കൃത്യമായിട്ടാണ് ഋഷി ഇതൊക്കെ കണ്ടുപിടിച്ച് പറയുന്നത്. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർക്ക് പറയാൻ പറ്റത്തില്ല. അതിലുപരി
സ്കാനിങ് മെഷീനിൽ ഇതൊന്നും കിട്ടില്ല. സ്കാൻ ചെയ്യാറുണ്ട് ഇപ്പം എല്ലാം. ഈ സ്കാനിങ് മെഷീനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഋഷി ഗർഭസ്ഥ ശിശുവിന്റെ ഓരോ ദിവസത്തെയും വളർച്ചകളെ കുറിച്ച് ഭാഗവതത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഭാഗവതത്തിന്റെ മഹത്വം. അത് ആധുനിക സാങ്കേതിക ശാസ്ത്രങ്ങളെ അതിക്രമിക്കുന്ന കഴിവിനുണ്ട്. നമുക്ക് ഈ ഒരൊറ്റ ഉദാഹരണം മതി. ഇന്നത്തെ സ്കാനിങ് മെഷീനിൽ ഇത്രയൊന്നും കിട്ടില്ല. ഇത് എത്രയാണ്? ഒറ്റ രാത്രി, 5 ദിവസം, 10 ദിവസം, പിന്നെന്താണ് 1 മാസം, 2 മാസം, 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം. അങ്ങനെ 6 മാസം കഴിയുമ്പോൾ ജരായു കൊണ്ട് ചുറ്റിക്കഴിഞ്ഞാൽ അമ്മയുടെ വയറ്റിൽ ഇടതുവശത്ത് കൂടി മുകളിലേക്ക് ഇങ്ങനെ സഞ്ചാരം ആരംഭിക്കും. അപ്പം അതുവരെ സഞ്ചാരമില്ല. 7ാമത്തെ മാസം മുതൽ. ചതുർഭിധാതവ സപ്ത പഞ്ചഭിക്ഷുത്രുദ്ഭവാം ഷഡ്ഭിർജരായുണാവീത കുക്ഷോ ഭ്രാമ്യതി ദക്ഷിണേം. ചതുർഭിഃ സപ്തധാതവഃ പഞ്ചഭിക്ഷുത്രുദ്ഭവഃ ഷഡ്ഭിഃ ജരായുണാ വീതഃ ദക്ഷിണേ കുക്ഷോ ഭ്രാമ്യതി. ചതുർഭിർധാതവഃ സപ്ത പഞ്ചഭിക്ഷുത്രുദ്ഭവാം ഷഡ്ഭിർജരായുണാവീത കുക്ഷോ ഭ്രാമ്യതി ദക്ഷിണേം. ചതുർഭിർധാതവഃ സപ്ത പഞ്ചഭിക്ഷുത്രുദ്ഭവാം ഷഡ്ഭിർജരായുണാവീത കുക്ഷോ ഭ്രാമ്യതി ദക്ഷിണേം. മാതുർജഗ്ധന്നപാനാദ്യൈ രേധധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർ ഗർത്തേ സജന്തുർ യദ്ദുസംഭവേ. 6ാമത്തെ മാസം കഴിയുമ്പോൾ മാതുഹു ജഗ്ധ അന്നപാനാദ്യ, വിശപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മ കഴിക്കുന്ന അന്നപാനാദികളുടെ രസം കൊണ്ട്, മാതുഹു ജഗ്ധം എന്നുവെച്ചാൽ കഴിക്കുന്നു, കടിച്ച് തിന്നുന്നതിന്റെ പേരാണ് ജഗ്ധം, അല്ലെങ്കിൽ കഴിക്കുന്നത്. അന്നപാനാദ്യൈ, അമ്മ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്ന അന്നപാനങ്ങളുടെ രസം, അതുകൊണ്ട് അന്നപാനാദ്യൈഹി ഏതത് പുഷ്ടിത പ്രാപിക്കുക, വളർന്നു വരിക. ധാതുരസമ്മതേ, ധാതുക്കൾ പുഷ്ടിപ്പെടും. അമ്മയുടെ മാതാവ് ഭക്ഷിക്കുന്ന അന്നപാനങ്ങളുടെ വ്യാപ്തി കൊണ്ട് ഗർഭത്തിലിരിക്കുന്ന ശിശുവിന്റെ മാംസാദികളായ സപ്തധാതുക്കൾ അഭിവൃദ്ധിയെ പ്രാപിക്കും. അസമ്മതേ, സമ്മതമല്ലാതെ, സമ്യക്കായ മതം അല്ലാതെ, വേണ്ട വിധത്തിൽ അല്ല, ഇഷ്ടപ്പെടാത്ത സ്ഥലത്തിൽ, അസമ്മതേ, സമ്മതമല്ലാത്ത സ്ഥലത്ത്, ഇഷ്ടമല്ലാത്ത സ്ഥലത്ത് ശേതേ കിടക്കും. എന്താ ഇഷ്ടമല്ലാത്ത സ്ഥലം? വിൺമൂത്രയോർ ഗർത്തേ, വിൺമൂത്രങ്ങളുടെ കുഴിയിലായിരിക്കും കിടക്കേണ്ടി വരിക. അവിടെ കിടക്കാൻ ഇഷ്ടമില്ല, പക്ഷെ അവിടെ കിടക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അമ്മയുടെ അന്നരസം കൊണ്ട് പരിപുഷ്ടമായി കഴിയുമ്പോൾ എന്താണ്? മലമൂത്രങ്ങൾക്കകത്താണ് പിന്നെ 7 മാസം കഴിഞ്ഞുള്ള ആ കിടപ്പ് അവിടെയാണ്. അത് അസമ്മത, ഇഷ്ടമല്ലെങ്കിൽ അവിടെ കിടന്നേ പറ്റുള്ളൂ. ശേതേ, കിടക്കുന്നു. വിൺമൂത്രയോഹോ ഗർത്തേ, വിൺമൂത്രങ്ങളുടെ കുഴി. ഫജന്തുഹു, ആ പ്രാണൻ. ഫജന്തുർ, ജന്തു സംഭവേ, അത് ജന്തുക്കളിൽ നിന്നും ഉണ്ടായ, ഇവിടെ ജന്തുക്കൾ എന്താ? കൃമികൾ, പുഴുക്കൾ, കീടങ്ങൾ, അതൊക്കെ മലത്തിലുണ്ടാകും. ആ മലമൂത്രങ്ങൾക്കകത്തുണ്ടാകുന്ന ചെറിയ പ്രാണികളുടെ കൂടെ അതിൽ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത ആ കുഴിയിൽ കിടക്കേണ്ടി വരും. അതൊരു കുഴി പോലായിട്ടോ, അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കേണ്ടി വരും. കിടക്ക മാത്രമല്ല, അതൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു പോകും. ഇടത്തൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് വൈദ്യശാസ്ത്രജ്ഞന്മാരായ ചിലര്
ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെങ്കിൽ വലത്തുകൂടി സഞ്ചരിച്ചു പോകും എന്നൊക്കെ ശാസ്ത്രങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ നേരം നമുക്കറിയാൻ പറ്റുന്നില്ല. ഇടത്തുകൂടിയാണ് ഈ 6-ാം മാസത്തിൽ സഞ്ചാരം ആരംഭിക്കുന്നെങ്കിൽ അത് ആൺകുട്ടിയാണെന്നും വലതുവശത്ത് കൂടിയാണ് സഞ്ചാരം ആരംഭിക്കുന്നത് അത് പെൺകുട്ടിയാണെന്നും ഒക്കെ നിശ്ചയിക്കണം എന്ന് ചില ശാസ്ത്രങ്ങൾ സമ്മതപൂർവ്വം എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മാതുർജഗ്ധാന്നപാനാദ്യൈ ഏതദ്ധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർഗത്തെ സജന്തു ജന്തുസംഭവേ. മാതുഃ ജഗ്ധ അന്നപാനാദ്യൈഃ ഏതദ്ധാതുഃ സ ജന്തുഃ ജന്തുസംഭവേ വിൺമൂത്രയോഃ ഗർത്തേ അസമ്മതേ ശേതേ. കൃമികീടങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന വിൺമൂത്രങ്ങളുള്ള ഗർത്തത്തിൽ ഇഷ്ടമല്ലെങ്കിലും കിടക്കേണ്ടി വരും. അവിടെയാണ് ഇനിയുള്ള 2-3 ദിവസത്തെ കിടപ്പ്. അവിടെയാണ് മാതുർജഗ്ധന്നപാനാദ്യൈ ഏതദ്ധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർഗത്തെ സജന്തുർജന്തുസംഭവേ. മാതുർജഗ്ധന്നപാനാദ്യൈ ഏതദ്ധാതുരസമ്മതേ ശേതേ വിൺമൂത്രയോർഗത്തെ സജന്തുർജന്തുസംഭവേ. കൃമിഭിः ക്ഷതസർവാംഗാ കൗകുമാര്യാത് പ്രദക്ഷിണം മൂർച്ഛാമാപ്നോത്യുരുക്ലേശസ്തൃപ്തേക്ഷുതിർമുഹു. കൃമിഭിः കൃമികളാൽ ക്ഷതസർവാംഗ ആ കൃമികൾ എല്ലാ അംഗത്തിലും കടിക്കുന്നത്, ക്ഷതമുണ്ടാക്കും, മുറിവുണ്ടാക്കും, കുത്തിയും കടിച്ചും ഒക്കെ. സൗകുമാര്യ നല്ല സുകുമാരമായ ശരീരമാണ്. ലോലമായ ശരീരത്തില് ഇങ്ങനെ കൃമികീടങ്ങളുടെ കൂടെ കിടന്ന് വട്ടം കറങ്ങുമ്പോൾ അവരുടെ കുത്തും കടിയും ഒക്കെ ഏറ്റ് ചില ഭാഗത്തേക്ക് മുറിവെക്കണ്ടാവും. ആ സമയത്ത് ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും അറിയില്ല. അതിൻ്റെ അകത്ത് ചെന്ന് കണ്ടു വന്ന് പറയുന്നത് പോലെയാണ്. എത്രയോ വർഷം മുമ്പ് നമ്മുടെ ഋഷി, ഇത് ഭാഗവതത്തിലാണ് ഇത് പറയാ, അതർഷം. അല്ലാതെ ഒരു ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ അല്ല ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഇതിനകത്ത് സംഭവിക്കുന്ന കഥകൾ എന്ന് ഇന്ന് സ്കാൻ ചെയ്താൽ പോലും ഇത്രയും കിട്ടും എന്ന് തോന്നുന്നില്ല. അതുപോലെ വ്യക്തമായി നമ്മെ ധരിപ്പിക്കാൻ ഋഷിയുടെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവർ പഠിച്ചത് അറിഞ്ഞത് നമുക്ക് പോലും വാസ്തവത്തിൽ അറിയില്ല. പ്രതീക്ഷണം ഓരോ ക്ഷണം തോറും, ഇത് പ്രതീക്ഷണം, ക്ഷണം പ്രതിയാണ് പ്രദക്ഷിണം. മറ്റേത് പ്രദക്ഷിണമാണ്. വലത്ത് വയ്ക്കുന്നതിന് പേര് പ്രദക്ഷിണം എന്നാണ്. ദക്ഷിണം എന്ന് വെച്ചാൽ ഇടതുഭാഗത്തുകൂടി അല്ലെങ്കിൽ വലത്തുകൂടി സഞ്ചരിച്ചു പോകുന്നതിന് പേരാണ് പ്രദക്ഷിണം, ദക്ഷിണം, പ്രദക്ഷിണം. ഇത് പ്രതീക്ഷണമാണ്, ക്ഷണം തോറും എന്നത്. ഓരോ ക്ഷണത്തിനും നല്ല സൗകുമാര്യമായ അംഗത്തിൽ ഈ കൃമികളാൽ എന്തെയും ക്ഷതമുണ്ടാക്കും, മുറിവുകളുണ്ടാക്കും. അപ്പോഴോ മൂർച്ഛാമാപ്നോതി ഒരു ക്ലേശസ്തത്രത്തേക്ഷുതിർമുഹു. ചിലപ്പം ഇവരുടെ കടിയേറ്റ് മുറിവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്പസമയത്ത് ബോധം കിട്ടുപോകും. മൂർച്ഛാമാപ്നോതി, അല്പസമയത്തൊക്കെ അനക്കമില്ല, ബോധമില്ല, ഒന്നുമില്ല, നിമിഷമേ ഉള്ളൂ, പിന്നെ വീണ്ടും വരും. അപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നത് എന്താണ്, വയറിൽ തൊട്ട് നോക്കിയിട്ട് അനക്കമുണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ഇതിങ്ങനെ കമ്പനം ചെയ്തുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് ഒരു നിമിഷം പെട്ടെന്ന് എന്ത് ചെയ്യും, നിന്നു പോവുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഈ ബോധം കെട്ട് വീഴുന്നുള്ള? മൂർച്ഛാമാപ്നോതി, ഒരു വർദ്ധിച്ച ക്ലേശമാണ് ഉണ്ടാകുക, വേദന കൊണ്ട് പൊളയുകയായിരിക്കും. തത്രത്തെ അവിടെയുള്ള ക്ഷുധിതൈ, അവരെന്താ ഇത് ചെയ്യുക, വിശന്നിട്ടാ. ആ കൃമികീടങ്ങൾ വിശപ്പ് കൊണ്ട് ദേഹത്തിൽ ഇങ്ങനെ കൊത്തി ചോര കുടിക്കും, മാംസം കഴിക്കാൻ നോക്കും, ഇതൊക്കെ ചെയ്യുക. മുഹു, ഒരു പ്രാവശ്യമല്ല, വീണ്ടും വീണ്ടും. നോക്കൂ എന്തൊരു കഷ്ടതകളാണ് ഈ ഗർഭത്തിൽ കിടന്ന് അനുഭവിക്കുന്നത്. നമ്മളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കും വളരെ എളുപ്പമാണ്, സുഖമായി, ഒരു കുഴപ്പമില്ലാതെ. പക്ഷെ ഈ കുട്ടി അതിൻ്റെ അകത്ത് കിടന്ന് അനുഭവിക്കുന്ന നരകയാതനകൾ മുമ്പ് വർണ്ണിച്ച നരകത്തെക്കാൾ എത്രയോ കഷ്ടമാണ്. അതുകൊണ്ടാണ് കൃമികളാൽ
സൗകുമാര്യമായ ശരീരത്തിൽ ക്ഷണം തോറും സർവാംഗം ക്ഷതമുണ്ടാക്കും, ഇടയ്ക്ക് മൂർച്ഛിച്ചു വീഴും. എന്ത് ക്ലേശം അവിടെയുള്ള ആ ക്ഷുദ്രജീവികളെ കൊണ്ട് കുറച്ച് ദിവസങ്ങൾ വിശപ്പ് കൊണ്ട് ക്ലേശിക്കുന്ന അവരെ നമ്മളെ വിഷമിപ്പിക്കും. നമ്മളും അതിൻ്റെ അകത്ത് കിടന്ന വിശപ്പ് കൊണ്ട് ഇടയ്ക്ക് ക്ലേശിക്കും. കാരണം അമ്മയിൽ നിന്നും വല്ലതും കിട്ടിയെങ്കിൽ മാത്രമല്ല കഴിക്കാൻ പറ്റും. അമ്മയിൽ നിന്നൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ കഴിക്കും, ഇന്നൊന്നുമില്ല. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരംശം മാത്രമേ കുട്ടിയിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് അന്ന് മറ്റൊരാളെ ആശ്രയിച്ചിട്ട് വിശക്കുമ്പോൾ പറയാൻ പറ്റത്തില്ല. ദാഹവും വിശപ്പുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. ഈ കിട്ടുന്ന ഒന്ന് കഴിയണം. ചുറ്റുമാണെങ്കിൽ കുറെ ക്രമീകൂടും. പിന്നെന്താണ്? മലമൂത്രങ്ങൾ. ആ കുഴിക്കകത്ത് അനങ്ങാൻ പറ്റുമോ? അതുമില്ല. എന്താണ്? ചുറ്റും ഒരു തോലുകൊണ്ട് വരിഞ്ഞു മുറക്കി കെട്ടിയിട്ടിരിക്കുന്ന പോലെ ജരായു കൊണ്ട് കെട്ടി അകത്ത് കിടക്കുകയാണ്. നമുക്ക് എന്തൊരു കഷ്ടതയാണ് അത്രയും നാൾ അനുഭവിക്കേണ്ടി വരിക. ക്ഷതഫർവാംഗ സൗകുമാര്യാത് പ്രതിക്ഷണം മൂർച്ഛാമാപ്നോത്യുരു ക്ലേശ തത്രത്തെ ക്ഷുധിതൈർമുഹു. തത്രത്തെ ക്ഷുധിതൈഃ കൃമിഭിഃ ക്ഷതഫർവാംഗഃ സൗകുമാര്യാത് ഉരുക്ലേശഃ പ്രതിക്ഷണം മൂർച്ഛാം ആപ്നോതി. ക്രമിഭിഃ ക്ഷതഫർവാംഗ സൗകുമാര്യാത് പ്രതിക്ഷണം മൂർച്ഛാമാപ്നോത്യുരു ക്ലേശഃ തത്രത്തെ ക്ഷുധിതൈർമുഹു. ക്രമിഭിഃ ക്ഷതഫർവാംഗ സൗകുമാര്യാത് പ്രതിക്ഷണം മൂർച്ഛാമാപ്നോത്യുരു ക്ലേശഃ തത്രത്തെ ക്ഷുധിതൈർമുഹു. കടുതീക്ഷ്ണ ഉഷ്ണലവണ രൂക്ഷാംബളാദിഭിരുൽബണൈ മാതൃഭുക്തേരുപസ്പൃഷ്ട സർവംഗോത്ഥിതവേദനാം. ഇനി കടു എന്ന് പറഞ്ഞാൽ എരിവുള്ളത്, തീഷ്ണം രൂക്ഷമായത്, ഉഷ്ണം ചൂടുള്ളത്, ലവണം ഉപ്പുള്ളത്, രൂക്ഷ അമ്ളം കടുത്ത പുളിയുള്ളത്, ആദിഭിഹി ഉൽബണൈഹി ആദി ഉൽബണങ്ങളായ ഭയങ്കരങ്ങളായ, മാതൃഭുക്തൈഹി അമ്മ കഴിക്കുന്ന ഭക്ഷണസാധനങ്ങളുടെ അംശം, ഉരുസ്പൃഷ്ട തന്നെ നന്നായി സ്പർശിക്കുമ്പോൾ സർവാംഗ ഉത്ഥിതവേദന, എല്ലാ അംഗത്തിലും വേദന ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേ. അമ്മ നല്ല എരിവുള്ള മുളക് കൂടിയ ഭക്ഷണസാധനങ്ങൾ കഴിക്കുമ്പോൾ ഈ കുട്ടിയിലേക്ക് എന്തെയും നേരിട്ട് പ്രവേശിച്ച് കുട്ടി ഇങ്ങനെ പുളയുക. എരിവ് സഹിക്കാൻ പറ്റുന്നില്ല. ദേഹമെല്ലാം എന്ത് ചെയ്യാണ്? ചുട്ടുപഴുത്ത പോലെ പുളയും. ഉപ്പങ്ങനെയാണ്, പുളി അങ്ങനെയാണ്. ഇത് അമ്മ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരവും ഇങ്ങനെ ഈ കടു തീഷ്ണ ഉഷ്ണ ലവണ രൂക്ഷ അമ്ലാദിഭിഹി ഉൽബണൈ മാതൃഭുക്തൈ ഉപസ്പൃഷ്ട, അമ്മയാൽ സ്പർശിക്കപ്പെടുന്ന ഇവയാൽ കഴിച്ചുകൊണ്ട് സർവാംഗൗദ്ധിതവേദന, എല്ലാ സർവ ശരീരത്തിലും അസഹ്യമായ വേദന അനുഭവിച്ചുകൊണ്ടാണ്. ഇതൊന്നും അമ്മ അറിയുന്നില്ലല്ലോ. ഇതറിയാവുന്ന ഡോക്ടർമാരുണ്ടെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാം, ഈ സമയത്ത് നല്ല കടുപ്പമുള്ള എരിവുള്ളത്, പുളിയുള്ളത്, ഉപ്പുള്ളത് ഒക്കെ തീരെ കുറച്ച് കഴിക്കാം. ഇത് കുട്ടിക്ക് അപകടമാണ്, വിഷമമാണ്, സങ്കടമാണ്, ദുഃഖമാണ് എന്ന് ഒരു ഋഷി വേണം പറഞ്ഞുതരാൻ. ഒരമ്മയ്ക്ക് എങ്ങനെയുള്ള ഭക്ഷണമാണ് ഈ 6-7 മാസം കഴിഞ്ഞ് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നത് ഒരു ഋഷിയാണ്. ആരാണ്? കപിലൻ. അദ്ദേഹം ഡോക്ടറും അല്ല, വൈദ്യനും അല്ല, ഒന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കടുതീക്ഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിഭിരുൽബണൈ മാതൃഭുക്തേരുപസ്പൃഷ്ട സർവംഗുത്ഥിതവേദനാം. മാതൃഭുക്തൈഹി കടു തീക്ഷ്ണ ഉഷ്ണ ലവണ രൂക്ഷ അമ്ലാദിഭിഹി ഉൽബണൈഹി ഉപസ്പൃഷ്ടഃ സർവംഗ ഉത്ഥിതവേദനഃ. കടുതീക്ഷ്ണോഷ്ണലവണ രൂക്ഷ അമ്ലാദിഭിരുൽബണൈ മാതൃഭുക്തേരുപസ്പൃഷ്ടഃ സർവംഗുത്ഥിതവേദനാം.
കടുതീക്ഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിഭിരുൽബണൈ മാതൃഭുക്തൈരുപസ്പൃഷ്ട സർവംഗുത്ഥിതവേദനാം. കടുതീക്ഷ്ണോഷ്ണലവണ രൂക്ഷാമ്ലാദിഭിരുൽബണൈ മാതൃഭുക്തൈരുപസ്പൃഷ്ട സർവംഗുത്ഥിതവേദനാം. ഉൽബേന സംവൃതസ്തസ്മിन् അന്ത്രൈശ്ച ബഹിരാവൃതാം ആസ്തേ കൃത്വാ ശിരഃകുക്ഷൗ ഭുഗ്നവൃഷ്ടശിരോധരാം. ഉൽബേന സംവൃത. ഉൽബം ച ജരായു. മുമ്പേ നമ്മൾ കണ്ടതാണ്. ഉൽബേന സംവൃത, ജരായു കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. മലയാളത്തിൽ പണ്ടതിന് മറുപിള്ള എന്നൊക്കെ പറയും. അതുകൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടോ സംവൃത തസ്മിന് അന്ത്രൈശ്ച, അതുകൂടാതെ അന്ത്രങ്ങളാൽ, അന്ത്രം എന്ന് വെച്ചാൽ കുടലാണ്, കുടലുകൊണ്ട് ബഹിഹി ആവർത്ത, അകത്ത് ഉൽബത്താൽ ചുറ്റപ്പെട്ടും അതിൻ്റെ പുറത്ത് അമ്മയുടെ കുടലുകൾക്കിടയിലാണ് ഇതിങ്ങനെ നിൽക്കുക. അപ്പൊ അകത്തും പുറത്തും ഒക്കെ അനങ്ങമേലാത്ത മട്ടിൽ വരിഞ്ഞ് കെട്ടി മുറുക്കി വെച്ച പോലെയാണ്. ഉൽബേന സമൃദ്ധ, ഉൽബത്താൽ ചുറ്റപ്പെട്ടവനാണ്. തസ്മിൻ, അതിൽ, ആ ഉൽബത്തിൽ, ആന്ത്രൈശ്ച ബഹിരാവൃത, കുടലുകളെ കൊണ്ട് ചുറ്റും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, ചുറ്റപ്പെട്ടിരിക്കുന്നു. ആന്ത്രൈശ്ച ബഹിരാവൃത ആസ്തേ കൃത്വാശുരകുക്ഷവും, ആസ്തേ അവിടെ അങ്ങനെ കിടക്കുന്നു, ഇരിക്കുന്നു. കൃത്വ ശിരകുക്ഷവും ഭുഗ്ന പൃഷ്ഠശിരോധന, അവിടെ ആ അമ്മയുടെ കുക്ഷവുമായിട്ട് ശിരഹ ഭുഗ്ന പൃഷ്ഠശിരോധന, കഴുത്ത് വളച്ച് ഒടിച്ച് മടക്കി വെക്കണം. കാരണം എൻ്റെ സ്ഥലമില്ല, കഴുത്ത് നിർത്തു വെക്കാനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല. കാല് നിർത്തു വെക്കാൻ പറ്റത്തില്ല, കൈ നിവർക്കാൻ പറ്റത്തില്ല. കൈ ഇങ്ങനെ ഒടിച്ചു മടക്കി പോലെ കെട്ടി വെക്കണം, കാല് ഒടിച്ചു മടക്കി പോലെ കെട്ടി വെക്കണം, കഴുത്ത് ഇങ്ങനെ കുനിച്ച് വളച്ച് ഇങ്ങനെ ഇരിക്കണം, അല്ല അനങ്ങാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ആ ഗർഭത്തിരിക്കുന്ന ശിശുവിന്റെ അവസ്ഥ. തലയെ നിവർത്തിരിക്കാൻ പറ്റില്ല, കൈ ഇങ്ങോട്ടൊന്നും നിവർത്തി വയ്ക്കാൻ പറ്റില്ല. ഇതെല്ലാം ശിരകുക്ഷു ഭുഗ്ന പൃഷ്ഠശിരോധര, ശിരോധരം വെച്ച കഴുത്ത്, കഴുത്ത് ഭുഗ്നമാണ്, വളഞ്ഞിട്ടാണ്. കുടലുകൾക്ക് മീതെ വരിഞ്ഞു കെട്ടിയത്, അതുകൊണ്ട് പൃഷ്ഠഭാഗവും കഴുത്തും തമ്മിൽ വളച്ച് തല താഴ്ത്തി അങ്ങനെ കുക്ഷിയിലിരിക്കും. പൃഷ്ഠഭാഗവും തലയും തമ്മിൽ അടുത്ത പോലെയാകും, അങ്ങനെ വളഞ്ഞിരിക്കുക. കാരണം എൻ്റെ തള്ള സ്ഥലമുള്ളൂ, അതിൽ വേണം ഈ ഇരിപ്പ്. നമുക്ക് ഒരു ഗർഭസ്ഥ ശിശുവിന് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാത്തരം ക്ലേശതകളും ഓരോ വരികളിലായിട്ട് ഋഷി നമ്മളെ അവിടെ ബോധ്യപ്പെടുത്തുക. ഉൽബേന സമ്മർദ്ദസ്തസ്മിന്നന്ത്രൈശ്ച ബഹിരാവൃതാം ആസ്ഥേ കൃത്വാ ശിരകുക്ഷോ ഭുഗ്ന പൃഷ്ഠശിരോധരാം. ഉൽബേന സമൃദ്ധഃ ആന്ത്രൈഃ ബഹിഃ ആവൃതഃ ഭുഗ്ന പൃഷ്ഠശിരോധരഃ തസ്മിൻ കുക്ഷൗ ശിരകൃത്വാ ആസ്തേ. ഉൽബേന സമൃദ്ധസ്തസ്മിന്നന്ത്രൈശ്ച ബഹിരാവൃതാം ആസ്തേ കൃത്വാ ശിരകുക്ഷൗ ഭുഗ്ന പൃഷ്ഠശിരോധരാം. ഉൽബേന സമൃദ്ധസ്തസ്മിന്നന്ത്രൈശ്ച ബഹിരാവൃതാം ആസ്തേ കൃത്വാ ശിരകുക്ഷൗ ഭുഗ്ന പൃഷ്ഠശിരോധരാം. അകൽപസ്വാംഗചേഷ്ടായാം ശകുന്തൈവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതിർദൈവാത് കർമ്മജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനുച്ഛ്വാസം ശർമ്മ ഹിംനാമ വിന്ദതേ. അകൽപഃ അശക്തനാണ്, സ്വാംഗചേഷ്ടായാം സ്വന്തം അവയവങ്ങൾ ഒന്ന് ചേഷ്ടിക്കാൻ അശക്തനാണ്.
കൈകാലുകൾ ഒന്ന് ഇളക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 8ാമത്തെ മാസം മുതൽ എന്താണ് ആ ഗർഭസ്ഥ ശിശുവിന് കമ്പനമുണ്ടോ, ഇളക്കമുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കുന്നതുകൊണ്ടാണ്. ഈ കമ്പനം, ഇളകൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പം ആ ചേഷ്ടയ്ക്കുള്ള ശക്തിയില്ല, കൈയൊന്ന് എടുത്തു മാറ്റി വെക്കാനുള്ള കഴിവില്ല. ശകുന്തൈവ പഞ്ചരെ, കൂട്ടിൽ പക്ഷിയിരിക്കുന്നത്. പഞ്ചരം കൂട്, ശകുന്തം പക്ഷി. പഞ്ചരെ ശകുന്തൈവ, കൂട്ടിലെ കിളി പോലെയാണ്. അതിന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റത്തില്ല, അങ്ങനെ അകത്തിരിക്കുകയാണ്. ഇതിനി എന്താണ് 2 മാസം ശരിക്കും എന്ത് ചെയ്യണം, ഇത് അനുഭവിക്കണം. അപ്പോഴേ എന്ത് ചെയ്യാൻ പറ്റൂ, പുറത്തേക്ക് വരാൻ പറ്റൂ. അകൽപേഷ്ടായം ശകുന്തൈവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതി. അപ്പോൾ അവിടെ വെച്ച് ലബ്ധസ്മൃതി, ഒരു ഓർമ്മയുണ്ടാകും. ലബ്ധം ലഭിക്കുന്നു, സ്മൃതി ഓർമ്മ. എങ്ങനെയാണ്? ദൈവാത്, ഈശ്വരഗതി കൊണ്ട്. കർമ്മ ജന്മശതോത്ഭവം, 100 ജന്മങ്ങളിൽ ഉത്ഭവിച്ച കർമ്മങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മ അപ്പോഴുണ്ടാകും. ഞാൻ ഇങ്ങനെ എത്ര ഗർഭത്തിൽ പോയി കിടന്നിട്ടുണ്ട്. ജീവികളായി, ജന്തുക്കളായി, ഈച്ചയായി, പൂച്ചയായി, പിന്നെന്താണ് ആനയായി, ഉറുമ്പായി, എത്ര ഗർഭപാത്രങ്ങളിൽ കിടന്ന് എന്തുമാത്രം ദുഃഖങ്ങൾ അനുഭവിച്ച് ഇതാ ഇപ്പോൾ മനുഷ്യരൂപത്തിലുള്ള ഒരു ഗർഭപാത്രം ഇപ്പോഴും വന്നു. കർമ്മ ജന്മ ശത ഉദ്ഭവം സ്മരൻ, 100 ജന്മങ്ങളിൽ ഉത്ഭവിച്ചത് ഓർമ്മിച്ചുകൊണ്ട് ദീർഘമനുച്ഛ്വാസം, ദീർഘശ്വാസമുണ്ട്, ഹാ കഷ്ടം കഷ്ടം എന്നിങ്ങനെ ദീർഘശ്വാസം വിട്ട് ശർമ്മ കിംനാമവിന്ദതേ. ശർമ്മ എന്ന് വെച്ചാൽ സുഖം, ശർമ്മ സുഖം. കിംനാമ എങ്ങനെയാണ് വിന്ദതേ ഉണ്ടാകുന്നത്? ഒരു തരത്തിൽ എന്തുണ്ടാകത്തില്ല, സുഖം കിട്ടില്ല. ഇങ്ങനെ പക്ഷിക്കൂട്ടിലിട്ട് ഇരിക്കുന്നത് പോലെ തന്നെ തൻ്റെ ശരീരം ചലിപ്പിക്കാനാവാതെ ഇരിക്കുന്ന സമയത്ത് പൂർവജന്മാർജിതമായ പലതരത്തിലുള്ള കർമ്മങ്ങളുടെ ഓർമ്മ ഉള്ളിലുദിക്കും. എൻ്റെ പേരാണ് വാസന എന്ന്. ഏത് കുറ്റം ചെയ്താലും അതിന് ശിക്ഷ അനുഭവിക്കണം എന്ന് ജീവനെ ഈശ്വരൻ ഓർമ്മിപ്പിക്കലാണ് ഇവിടെ. വീണ്ടും ജനിക്കേണ്ടി വരുന്നത് എന്താണ്? ദുഷ്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടാണ്. അല്ലെ പിന്നെ ജന്മം ഉണ്ടാവില്ല. ഈ ദുഷ്കർമ്മങ്ങൾ എന്ന പാപത്തിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് ജീവനെ ബോധ്യപ്പെടുത്തുകയാണ്. എവിടെ കിടന്ന്? ഗർഭപാത്രത്തിൽ. അതിൻ്റെ അകത്ത് കിടന്ന അവസാനമായി ഇത് അറിയുന്നേ. അപ്പോൾ ഒരു ശ്വാസോച്ഛ്വാസം ചെയ്യാതെ ഈ സ്ഥാനത്ത് അവരവരുടെ കർമ്മദോഷങ്ങളെ ഓരോന്നായിട്ട് ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ജീവന് എന്ത് സുഖമുള്ളത്. അതുകൊണ്ട് ഗർഭവാസം സുഖമാണെന്ന് വിചാരിക്കേണ്ട, കഷ്ടാൽ കഷ്ടതരം. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഗർഭത്തിൽ 5-8 മാസം കിടക്കുന്നത് നല്ല സുഖമാണ്. എന്താണ്, നല്ല ഏസി റൂമിലൊക്കെ പോയി വലിയ ഹോട്ടലിൽ താമസിക്കുന്നത് സുഖമാണ് എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല എന്ന് ഋഷി നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അത്ര ക്ലേശഭൂയിഷ്ടമാണ് ഈ ജീവിതം. അത് അവിടെ കിടന്ന് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റൂ. എന്നെങ്കിലും എനിക്കൊന്ന് പുറത്ത് കടന്നു കിട്ടിയാൽ മതി ഈശ്വരാന്ന് അറിയാതെ പറഞ്ഞു പോകും. ഇനി ഞാൻ ഒരു ദുഷ്കർമ്മവും ചെയ്യില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കില്ല, ആരെയും ദേഷ്യപ്പെട്ടില്ല, വഴക്കുണ്ടാക്കില്ല, തല്ലില്ല, കൊല്ലില്ല എന്ന് എന്നെ നിറക്കി പുറത്തേക്ക് വിട്ടാൽ മതി. ജയിലിൽ കിടക്കുന്നവരെ കിടക്കുകയാണ്. അതിന് ഈശ്വര എന്നെ അനുഗ്രഹിക്കണേ നീ കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എനിക്ക് ഇതിനകത്തു നിന്ന് പുറത്തേക്ക് കടന്നു കിട്ടിയ ഹാവു ആശ്വാസമായി. ഇങ്ങനെ പലതരം ചിന്താവിചാരങ്ങളാൽ ഒരു പക്ഷെങ്കില് 5ാമത്തെ മാസം കഴിയുമ്പോൾ മുതൽ ഈ കുട്ടിക്ക് വിചാരവികാരങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്നുണ്ടാകും. പക്ഷേ ഇത് നമുക്കറിയാൻ ഒരു വഴിയില്ല. ഋഷി പറയുന്നത് ഭാവിയിൽ ഓഡിയോ വീഡിയോ സ്കാനിങ് മെഷീൻ ഉണ്ടാകാം. ഇപ്പൊ വീഡിയോ മാത്രമേ ഉള്ളൂ, ഒരു ഓഡിയോ കൂടി ഉണ്ടാകും.
ഈ കുട്ടിയുടെ മനസ്സിലുള്ള വികാര വിചാരങ്ങൾ മുഴുവൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ദാ അന്നേ ഋഷി പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ഈ കുഞ്ഞ് അതിനകത്ത് കിടന്ന് എന്തൊക്കെയാണ് വിചാരിക്കുന്നത്, എന്ത് കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്ന് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും? കണ്ട് അറിയാൻ പറ്റും നമുക്ക് നേരിട്ട്. അതുകൊണ്ട് സ്വന്തം കർമ്മങ്ങൾ ഓർത്തുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഈ ജീവൻ എന്ത് സുഖമാണ് മാതൃഗർഭത്തിൽ ലഭിക്കുന്നത്. ശർമ്മ കിം നാമ വിന്ദതേ. സുഖം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അവിടെ മുതൽ ദുഃഖാനുഭവങ്ങളിലെ ആരംഭത്തെ കുറിച്ച് പറയാൻ പുറപ്പെട്ടതാണ് ഇവിടെ കവില്. ഇത് ആരോടാ പറയുന്നത്? അമ്മയോടാണ് പറയുന്നത്. നോക്കൂ, മറ്റുള്ള സ്ത്രീകളോടോ പുരുഷന്മാരോടോ അല്ല, സ്വന്തം അമ്മയോട് മകൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും ഇതേ വേദന അനുഭവിച്ച് പുറത്തു വന്നവനാണ് ഈ മകൻ. ആ മകൻ തന്നെ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു ജീവന്റെ ഉൽപ്പത്തി. അകൽപ സ്വാംഗചേഷ്ടായാം ശകുന്തൈവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതിർദൈവാത് കർമ്മജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനിശ്വാസം ശർമ്മകിന്നാമവിന്ദതേ. പഞ്ചരേ ശകുന്തൈവ സ്വാംഗചേഷ്ടായാം അകൽപഃ ജന്മശതോദ്ഭവം കർമ്മ ദൈവാത് ലബ്ധസ്മൃതിഃ അനുച്ഛ്വാസം സ്മരൻ കിം നാമ ശർമ്മ വിന്ദതേ. അകൽപസ്വംഗചേഷ്ടായാം ശകുന്തൈവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതിർദൈവാത് കർമ്മജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനിശ്വാസം ശർമ്മ കിം നാമ വിന്ദതേ. അകൽപസ്വാംഗചേഷ്ടായാം ശകുന്തൈവ പഞ്ചരേ തത്ര ലബ്ധസ്മൃതിർദൈവാത് കർമ്മജന്മശതോദ്ഭവം സ്മരൻ ദീർഘമനുച്ഛ്വാസം ശർമ്മ കിം നാമ വിന്ദതേ. ആരഭ്യ സപ്തമാന്മാസാത് ലബ്ധബോധോ വിവേപിത നൈകത്രാസ്തേ സ്മൃതിവാദേ ശ്രുതിവാദേ ഇഷ്ടാഭൂരിവസോദരം. ആരംഭിച്ചിട്ട് എപ്പോൾ മുതൽ? സപ്തമാത് മാസാത് ആരഭ്യ. 7-ാം മാസം മുതലാണ് ഇത് ആരംഭിച്ചത്. ഒന്നാണ് 3-ാം മാസത്തിലും 7-ാം മാസത്തിലും നമുക്ക് ഓരോ ചടങ്ങുണ്ട്. പുംസവനം, ശ്രീമന്തം എന്നൊക്കെയാണ് ഇതിന്റെ പേര്. ഇത് ഓരോ ഘട്ടങ്ങളാണ് ഗർഭത്തിൽ. ആദ്യത്തെ ഘട്ടത്തിലാണ് പുംസവനം ചെയ്യുക. 2ാമത്തെ ഘട്ടത്തിലാണ് ശ്രീമന്തം ചെയ്യുക. പുംസവനം പുരുഷനാകാൻ വേണ്ടി മാത്രമുള്ളതല്ല, എന്നാൽ നമുക്കൊരു ധാരണയുണ്ട്. ആൺകുട്ടി ഉണ്ടാവാൻ വേണ്ടിയുള്ള അല്ല. ഏത് ഗർഭത്തിലും ഇതാവാം. ആദ്യത്തെ ഗർഭത്തിനാകാവുന്നില്ല. എത്രയെത്ര യോനികളിൽ, ജന്തുക്കളിൽ ജനിച്ചു വളർന്നു വന്ന ഈ ജീവന് ഈ ഗർഭത്തിൽ മനുഷ്യത കൈവരിക്കണം. പുംസ്ത്വത്തെ മനുഷ്യതയാണ്. അത് കൈവരിക്കുന്ന സമയമാണ് 3ാമത്തെ മാസം. അപ്പോൾ നമ്മൾ ബാഹ്യമായ ചില മന്ത്രങ്ങളും ആചരണങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഈ ഗർഭസ്ഥ ശിശു എന്താവണം? ഒരു വൈകല്യവുമില്ലാതെ പൂർണ്ണമായി മനുഷ്യരൂപത്തിൽ വളർന്നു വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തൊരു കർമ്മമാണ് പുംസവനം. ഇതാർക്കും ഏത് ഗർഭത്തിലുണ്ട്. 7ാമത്തെ മാസത്തിൽ വരുമ്പോൾ സപ്തമാന്മാസാത് ലബ്ധബോധോ. അപ്പോഴാണ് ശരിയായ ബോധം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ശ്രീമന്തം എന്ന് പറയുന്ന ഒരു അതിർത്തി നിശ്ചയിക്കുന്ന. അപ്പോഴാണ് ബോധോ വിവേപിത. ബോധത്തോടു കൂടിയവനാണെങ്കിലും വേപിത. എന്താണ്? വേപിതനാകും, ചലിക്കപ്പെടുന്നവനാണ്. ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുള്ളൂ. ഇങ്ങനെ വട്ടത്തിൽ കറങ്ങി 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 ഇങ്ങനെ ഇരിക്കും. ആരഭ്യ സപ്തമാന്മാസാത് ലബ്ധബോധോ വിവേപിത ന ഏകത്രാസ്തേ. നൈകത്രാസ്തേ, ഒരിടത്തിരിക്കത്തില്ല. ന ഏകത്ര ആസ്തേ നൈകത്രാസ്തേ. ഒരിടത്തിരിക്കത്തില്ല, ഇരിക്കാൻ പറ്റില്ല. ഒരു നിമിഷം ഞാനിവിടെ നിരിക്കട്ടെ സ്വസ്ഥമായി, പറ്റില്ല. എന്താണ്? ഭൂതിവാതൈഹി. ഭൂതിവാദത്താൽ, പ്രസവകാലത്ത് ഉണ്ടാകുന്ന വായുവിനാൽ വേപിത, ചലിക്കപ്പെടുന്നവനായിട്ട് ഒരിടത്തിരിക്കത്തില്ല എന്ന് മാത്രമല്ല, വിഷ്ടാഭൂരിവസോദരാം.
വിഷ്ടാഭൂഹു, വിഷ്ടം എന്ന് വെച്ചാൽ മലന്ന, വിഷ്ടാഭൂഹു എന്ന് വെച്ചാൽ മലത്തിൽ ജനിച്ചിരിക്കുന്ന കുറെ സഹോദരങ്ങളുണ്ട് ചുറ്റും. ആരാണ്? കൃമികീടങ്ങളെ. ഇവരെഴുന്നുണ്ടാകുന്ന മലത്തിൽ നിന്നുണ്ടാകുന്ന അവരെയാണ് സഹോദരന്മാരെന്ന് വെച്ചിരിക്കുന്നത്. അവിടെയുള്ള സഹോദരങ്ങൾ ഇവരേ ഉള്ളൂ, ഈ കൃമികീടങ്ങൾ. അവരെ എഴുതുന്നതാകുന്നതാണ് വിഷ്ടാഭൂഹു, മരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അങ്ങനെ വിഷ്ടാഭൂഹു സോദര ഇവ, സോദരനെ പോലെയാന്നേ ഉള്ളൂ, സോദരനാന്ന് പറഞ്ഞില്ല, സഹോദരനെ പോലെയുള്ള, അതിൻ്റെ കൂടെ ഒരിടത്തിരിക്കാതെ ഭൂതിവാദം കൊണ്ട് ഈ അവസാന കാലത്ത് എന്താണ്, ഈ ഗർഭത്തിന്റെ അവസാന സമയങ്ങളിൽ ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരു വായു. ആ വായു ഇങ്ങനെ കറങ്ങി 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 ഇതിനെ ഇങ്ങനെ കൊണ്ടുകൊണ്ടേയിരിക്കും. ആരഭ്യ സപ്തമാന്മാഫാബോധോ വിവേപിത നൈകത്രാസ്തേ ഭൂതിവാദേർവിഷ്ടാഭൂരിവസോദരാം. സപ്തമാത് മാസാത് ആരഭ്യ ലബ്ധബോധ അപി വിഷ്ടാഭൂഃ സോദര ഇവ ഭൂതിവാദൈഃ വേപിതഃ ന ഏകത്ര ആസ്തേ. ആരഭ്യ സപ്തമാന്മാസാത് ലബ്ധബോധോ വിവേപിതാം നൈകത്രാസ്തേ ഭൂതിവാദേർവിഷ്ടാഭൂരിവസോദരാം. ആരഭ്യ സപ്തമാന്മാസാത് ലബ്ധബോധോ വിവേപിതാം നൈകത്രാസ്തേ ഭൂതിവാദേർവിഷ്ടാഭൂരിവസോദരാം. നാഥമാനകൃഷുഭീതാം സപ്തവധ്രികൃതഞ്ജലിം സ്തുവീതം വിക്ലവയാ വാചാ ഏനോദരേർപ്പിതഃ. ഇവിടെയാണ് ആധുനിക ലോകത്തിന് അല്ലെങ്കിൽ ആധുനികരായ മനുഷ്യർക്ക് വിശ്വസിക്കാനാവാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിലേക്ക് ഋഷിയുടെ തിരിയുന്നു. ഇത്രയൊക്കെ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇനിയും പറയുന്നു, എന്ത് ചെയ്യണം? ഋഷി പറയുന്ന സത്യമാണെന്ന് വിശ്വസിക്കാം. നാഥമാനഹ, പീഡിക്കപ്പെട്ടുകൊണ്ട്, വിഷമിച്ചുകൊണ്ട്, വേദന അനുഭവിച്ചുകൊണ്ട്, നാഥമാനഹ. ഋഷി എന്നുള്ളതിനെ ഈ ഗർഭത്തിലെ ശിശുവിന് കൊടുക്കുന്ന ഒരു വാക്കാണ്. ഇതിനിയും പലയിടത്തും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്, വ്യാസൻ. ഒരു നമ്മളുടെ സങ്കല്പത്തിലുള്ള ഋഷി എന്നല്ല. പിന്നെന്താണ്? ഇറുഗതൗ എന്ന ധാതുവിൽ നിന്നാണ് ഋഷി എന്ന വാക്കുണ്ടാകുന്നത്. യഥാർത്ഥം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നവെന്നാണ്. ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യാണ്? ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി എന്ത് വിളിച്ചാണ്? ഋഷി എന്ന് വിളിച്ചതാണ്, അത്രേ ഉള്ളൂ. ഋഷി എന്ന് വെച്ചാൽ ഇറുഗതൗ, യായാവരൻ, എപ്പോഴും ഇങ്ങനെ നാട് നീളെ സഞ്ചരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഋഷിമാർ. ഇവിടെ ഋഷി എന്നതുകൊണ്ട് വിളിച്ചതാണ്. ഭീത, ഭയന്നവനായിത്തീരും. സപ്തവധ്രിഹി, എന്താണ്? 7 ചരടുകളാൽ ബന്ധിക്കപ്പെട്ടവനാണ്. സപ്തധാതുക്കളാകുന്ന 7 ചരട് കൊണ്ട് വലിഞ്ഞു മുറക്കി, ജരായു കൊണ്ട് മുറക്കി. ഇനിയും എന്താണ്? ഈ പൊതി, ഈ പന്ത് പോലുള്ള സാധനം എന്താണ്? അമ്മയുടെ എന്താണ് കുടൽമാലകളെ കിടച്ച് അങ്ങനെ കുരുക്കി, അത് എന്താണ്? അതിൽ നിന്ന് മുകളിലോട്ട് കറങ്ങി താഴോട്ട് കറങ്ങി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. സപ്തവധ്രിഹി, 7 ചരടുകൾ, വധ്രിച്ച ചരടണം, 7 ചരടുകളാൽ ബന്ധിക്കപ്പെട്ടവനായിട്ട് കൃതാഞ്ജലി, അറിയാതെ 2 കൈകൾ ഒന്നിച്ച് കൂപ്പിപ്പോവും. കൃതാഞ്ജലി, സ്തുവീത, സ്തുതിക്കും അവിടെ കിടന്നേന്ന്. ആരെ? തം, അവനെ. ഇങ്ങനെ തന്നെ സൃഷ്ടിച്ച് മനുഷ്യജന്മത്തിലേക്ക് പറഞ്ഞയച്ച ആ ദൈവത്തെ, ഈശ്വരൻ. വിക്ലബയാ വാചാം, വിക്ലബമായ വാക്കിലൂടെ, ഗദ്ഗതമായിരിക്കുന്ന വാക്ക്, തൊണ്ടയ്ക്കൂടി പുറത്തേക്ക് വരില്ല വാക്കുകൾ, ഗദ്ഗതമായ വാക്കിൽ കൂടി. ഏന ഉദരേർപ്പിതഃ, ആരാലാണോ തന്നെ ഈ ഉദരത്തിൽ കൊണ്ട് അർപ്പിച്ചത്? ആരാണ്? ഈശ്വരനല്ലേ. ഈ ഗർഭപാത്രത്തിൽ, ഈ ഉദരത്തിൽ നമ്മെ കൊണ്ട് എത്തിച്ചത് നമ്മളാരും അല്ലല്ലോ, പിന്നെ ആരാണ്? ഈശ്വരൻ. ഏന ഉദരേ അർപ്പിതഃ, ആരാൽ ഉദരത്തിൽ അർപ്പിക്കപ്പെട്ടുവോ തം, അവനെ സ്തുവീത, അവിടെ കിടന്ന് സ്തുതിക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരു 5 to 10 ശ്ലോകത്തിലെ ഗർഭസ്ഥ ശിശുവിന്റെ സ്തുതിയാണ്. അതാരും വർണ്ണിക്കാത്തതാണ്. നമുക്ക് ഭാഗവത്തിൽ പല സ്തുതി കേൾക്കാം, പക്ഷേ ഈ ഗർഭത്തിന്റെ അകത്തിരിക്കുന്ന കാണാനാവാത്ത ഒരു ശിശുവിനെ കൊണ്ട് ഇവിടെ എന്താണ്? വ്യാസൻ സ്തുതിപ്പിക്കുകയാണ്. ജന്തുരുവാച എന്ന് പറഞ്ഞ് അതേ പറയാൻ പറ്റുമല്ലോ.
ഇത് പുറത്തു വന്നില്ലല്ലോ. അകത്ത് കിടന്നുകൊണ്ട് സ്തുതിക്കുകയാണ്. ആ സ്തുതി വളരെ സുദീർഘമായ സ്തുതിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്തുതിക്കകത്ത് എല്ലാവിധ ആധ്യാത്മിക വേദാന്ത തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൂടെ കൊണ്ടൊക്കെ ആയിരിക്കും ഋഷി എന്നിവനെ വിളിക്കാൻ കാരണവും എന്ന് നമുക്ക് ഊഹിക്കാം. നാഥമാന ഋഷിർഭീത സപ്തവത്രികൃതാഞ്ജലി സ്തുവീതം വിക്ലബയ വാചായേനോദരേർപ്പിത. നാഥമാനഃ ഋഷിഃ ഭീതഃ സപ്തവത്രിഃ കൃതാഞ്ജലിഃ യേന ഉദരേ അർപ്പിതഃ തം വിക്ലബയ വാച സ്തുവീത. നാഥമാന ഋഷിർഭീതഃ സപ്തവത്രികൃതാഞ്ജലി സ്തുവീതം വിക്ലബയാം വാചാ യേനോദരേർപ്പിതാം. നാഥമാന ഋഷിർഭീതഃ സപ്തവത്രികൃതാഞ്ജലിം സ്തുവീതം വിക്ലബയാ വാചാ യേനോദരേർപ്പിതഃ. ഇത്രയും ഈ 11 ശ്ലോകത്തില് രേതസും പുംസ്ത്രീ ബീജങ്ങളുടെ സംയോഗം കൊണ്ട് ഒരു ഗർഭസ്ഥ ശിശു ഏതാണ്ട് പ്രസവത്തിന് തൊട്ടുമുമ്പ് വരെ 8, 9 ഈ മാസത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തെക്കുറിച്ചാണ് വർണ്ണിച്ചത്. ഇതേപോലെ വർണ്ണന ഇതേ വാക്കുപയോഗിച്ച് അധ്യാത്മരാമായണം വായിക്കുന്ന നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടും. കിഷ്കിന്ധ ഖണ്ഡത്തിൽ എന്താണ് സമ്പാദിക്ക് ഉപദേശം കൊടുക്കുന്ന നിശാകരൻ എന്നൊരു താപസൻ ഇതേപോലെ വർണ്ണിക്കും. ഏകദിനേന കലർന്ന കലരമായ ഈ വാക്കാ ഇവിടെ ഉപയോഗിച്ച കലരം എന്ന്. ഏകദിനേന കലർന്ന കലരമായ ഏകീഭവിച്ചാലതും പിന്നെ 5 ദിനം കൊണ്ട് ബുദ്ബുദാകാരമാം. നോക്കൂ, ഈ ബുദ്ബുദം, ഈ കലനം ഒക്കെ ഭാഗവതത്തിൽ പറഞ്ഞ അതേ വരുന്നേ. രാമായണത്തിൽ ഇത് അതുപോലെ തന്നെ. അപ്പൊ ഇത് നമ്മൾ ഇന്ന് വായിക്കുന്ന രാമായണത്തിൽ ഇത് അതേപോലെ പകർത്തി വെച്ചിട്ടുണ്ട്. ഏകദിനേന കലർന്ന കലലമായ ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം. 5 ദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും. അതിന് അതും ആസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശി രുധിര പരിപ്രദമായി വരും. ആശുതഫ്യാം അങ്കുരോൽപ്പത്തിയും വരും. അതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞുമ്പോഴേ അങ്കുരങ്ങളുടെ ഉൽപ്പത്തി ഉണ്ടാകും. പിന്നെ ഒരു 25 രാത്രിയാൽ 25 ദിവസം കൊണ്ട് ആണിതൊക്കെ സംഭവം. പിന്നെ ഒരു 3 മാസേന സന്ധികൾ അംഗങ്ങളോറും ക്രമേണ ഭവിച്ചിടും. അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും. മാഫിയാകർണ നേത്രങ്ങളും 5 മാസം കൊണ്ട് ഷഷ്ടമാഫിയ ഉനക്കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം. അത് രാമായണത്തിൽ കുറച്ചുകൂടി വിസ്തരിച്ചിട്ടുണ്ടാവുകൊണ്ടാണ്. 5 മാസം കഴിയുമ്പോൾ ചെവിക്ക് എന്തുണ്ടാകും? ഒരു ഫുഷിലുണ്ടാകും. പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞൊക്കെ കേൾക്കാം. അതുകൊണ്ടാണ് ഈ പ്രഹ്ലാദന് എന്ത് ചെയ്ത് നാരദൻ ഉപദേശിച്ചു. 5 മാസം കഴിഞ്ഞാൽ നമ്മൾ പുറത്തു നിന്ന് പറയുന്നതൊക്കെ ആർക്ക് കേൾക്കാം? ഈ കുഞ്ഞിന് കേൾക്കാം. അതുകൊണ്ടാണ് ഗർഭിണിയുടെ അടുത്ത് നിന്ന് ചീത്ത പറയരുത്, വഴക്കുണ്ടാക്കരുത് എന്നൊക്കെ ഒരു കാലഘട്ടത്തിൽ അമൂമ കഥ പോലെ നമ്മളെ ബോധ്യപ്പെടുത്തി. അതല്ല എന്ന് ശാസ്ത്രം തെളിയിച്ചു വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പുരാണത്തിൽ എത്ര ഭംഗിയായിട്ട് ഒരു വിദഗ്ധനായ ഡോക്ടറിനേക്കാൾ അതിമനോഹരമായി ഈ അനോട്ടമി പഠിച്ചവർക്ക് പോലും ഇതേപോലെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കാൻ പറ്റില്ല. അവിടെയാണ് ഭാഗവതം എത്ര മുമ്പോട്ട് പോയിരിക്കുന്നത്. എത്ര ശാസ്ത്രങ്ങളുടെ പ്രതിനിധിയാണ്. വെറും ഭക്തിയുടെ മാത്രമല്ല എൻ്റെ ഭാഗവതം പഠിച്ച പിന്നെ ഒന്നും പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പണ്ടുള്ള വീട്ടമ്മമാർ ഭാഗവതം വായിച്ചു പഠിച്ചത് അവർക്ക് ഇതെല്ലാം അറിയാം. ഒരു ഡോക്ടറും വേണ്ട, വൈദ്യനും വേണ്ട, അവർക്ക് എങ്ങനെയൊക്കെയാണുള്ള കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞ് ജീവിച്ചവരായിരുന്നു നമ്മുടെ പൂർവികർ. അതേപോലെ പിന്നെ മേഢ്യോ വസ്തുനാഭിഭാജിക്കളും സപ്തമേമാഭ്യഭവിക്കും പുനടൻ ഗുപ്തമായ ഒരു ശിരക്കേശ്രോമങ്ങൾ അഷ്ടമേമാഭ്യഭവിക്കും പുനരഭിഷ്ടമായിടും ജഷരസ്ഥലാന്തരെ. 9-ാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും. 9-ാം മാസത്തിൽ കരചരണങ്ങൾക്ക് ഇളക്കമുണ്ടാകും. പഞ്ചമേ മാസി ചൈതന്യവാനായി വരും. അഞ്ജഫാ ജീവൻ ക്രമേണ ദിനീദിനീം നാഭി സൂത്രാൽപരന്ധ്രേണ മാതാവിനാൽ ഫാപേക്ഷമായി ഭുക്തന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹുർ. ഇതേപോലെ ഈ ഭാഗവതത്തിൽ പറഞ്ഞ അതേ വാക്കുകളൊക്കെ ഉപയോഗിച്ച് എത്ര സുന്ദരമായി. ഇനി രാമായണം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുള്ളൂ. കിഷ്കിന്ധ ഖണ്ഡത്തിലെ എന്താണ് സമ്പാദിക്കുന്ന നിശാകരൻ ഉപദേശിക്കുന്ന ഉപദേശത്തിൽ ഇത് വിസ്തരിച്ച് ഇനിയും ഈ സ്തുതിയുണ്ട്.
ഗർഭശിശുവിന്റെ സ്തുതിയും വർണ്ണിച്ചിട്ടാണ് എഴുത്തച്ഛൻ ആ അധ്യാത്മരാമായണത്തിന്റെ തനിമയിൽ മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പലയിടത്തും കേട്ടും അറിഞ്ഞും കണ്ടും പഠിക്കാനുള്ളതാണ്. ഇത് ഒരു 6-7 വയസ്സുള്ള ഒരു മകൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഉപദേശത്തിന് കൂട്ടത്തിൽ വരുന്ന ഒരു വിഷയമാണ്. അത് എത്ര ശാസ്ത്രീയമായി നമുക്ക് ഉപദേശിച്ചു തന്നു എന്നറിയുമ്പോഴാണ് ഇതിന്റെ മഹത്വം മനസ്സിലാകുന്നത്. ആ കുട്ടിയുടെ വിചാരം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാം. കാരണം സമയം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ആ ജന്തുവിന്റെ വിചാരങ്ങൾ അത് പറയണ്ട് 5-8-10 ശ്ലോകത്തിലാണ്. അതും കൂടെ കഴിഞ്ഞേ പ്രസവിക്കുള്ളൂ. ഈ സ്തുതിയും കൂടെ കഴിഞ്ഞിട്ട് പ്രസവിപ്പിക്കുള്ളൂ. അതുവരെയുള്ള കാര്യം നമുക്ക് പിന്നറിയാം. നമുക്ക് ഇപ്പോൾ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനുള്ള ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.